സിജുവൽസിന്റെ അച്ഛൻ ഭയങ്കര വലിയൊരു ആക്ഷൻ സിനിമ ആരാധകനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഈ ആക്ഷൻ സിനിമകളൊക്കെ ടി വിയിൽ ഇട്ടിട്ട് ഈ ബ്രൂസ്ലിയുടെയും ജാക്കി ചാൻ്റെ ടി വിയിലല്ല, പുള്ളി തിയേറ്ററിൽ പോയി കാണുള്ളൂ. ഞങ്ങളൊന്നും പോയി കാണിക്കില്ല. ഇംഗ്ലീഷ് മൂവീസ് പുള്ളി ഒറ്റയ്ക്ക് പോയി കാണാം. കാരണം അന്നും ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവറിയാമല്ലോ. ഒരു 10 പേര് ഒരുമിച്ച് വീട്ടിൽ നിന്ന് സിനിമ കാണാൻ പോകാന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ചിലവുണ്ട്. ആണ്ടിലും കൊല്ലത്തിലൊക്കെ അങ്ങനെ കാണാൻ പോവുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മൂവീസ് ഒന്നും പുള്ളി ആരെയും കാണിക്കാതെ പുള്ളി ഒറ്റയ്ക്ക് പോയി കാണുന്നവരാണ്. ആരും കാണുന്നില്ല, ഒന്നാമത് ആരും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വല്ലപ്പോഴും എന്നെ കൊണ്ടുപോയായിരുന്നു. എന്നെ ഒരുമിച്ച് കാണാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ പോയി കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ ഡ്രാഗണോ അയൺ മങ്കിയോ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഡ്രാഗൺ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കുർബാന കൊള്ളപ്പാടായിരുന്നു, ക്രിസ്ത്യൻസിൻ്റെ ഇതിലറിയാമല്ലോ, കുർബാന കൊള്ളപ്പാട്, ഹോളി കമ്മ്യൂണിയൻ. അപ്പം അങ്ങനത്തെ പരിപാടിക്ക് നമ്മളിവിടെ ബ്രോഡ്വേയിൽ വന്നിട്ട് എനിക്ക് ഷൂസൊക്കെ, പുതിയ ഷൂസിന് ലൈറ്റ് കത്തുന്ന ഷൂസൊക്കെ വാങ്ങിച്ചിട്ട് പോരണം. അപ്പോൾ പോരുന്ന വഴിക്ക് പുള്ളി ശ്രീധറിൽ പടം കാണാൻ കയറും. 6 മണി ഷോയ്ക്ക് കയറാനായിട്ട് ചെന്നേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ടെർമിനേറ്ററാണ് അപ്പോൾ ശ്രീധറിൽ കളിക്കുന്നത്. അപ്പോൾ ഞാനും പപ്പയും കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ശ്രീധറിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു സ്കെൽട്ടൺ കണ്ണൊക്കെ ഇട്ട് പിടിച്ചിരിക്കണ. അപ്പം തന്നെ എൻ്റെ കിളി പോയി, പേടിയായി. ഞാൻ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെറുതാണല്ലോ, എനിക്ക് കാണണ്ട, എനിക്കങ്ങനെ വേണ്ട, എനിക്ക് ചെറിയ കരച്ചിൽ സീന് പോലെ. അപ്പൊ പുള്ളിക്ക് പുള്ളിക്ക് കാണണം എന്നുള്ളതാണ്. ഇവനെ കൂടെ കൂട്ടിയും പോയല്ലോ എന്നൊരു സാധനം പുള്ളിക്കുണ്ട്. പുള്ളി ഒരു 2 ഇതിൽ നിന്നിട്ട് പിന്നെ അവസാനം നമ്മൾ ഷേണായിസിൽ പോയിട്ട് മിഥുനം കാണാനായിട്ട് അവിടെ നിന്ന് നേരെ അപ്പം തന്നെ ബസ് പിടിച്ച് ഷേണായിസിൽ പോയി മിഥുനം കണ്ടു. അപ്പോൾ ഓൾറെഡി തുടങ്ങിയായിരുന്നു സിനിമ. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവർ രണ്ടുപേരും സൈക്കിൾ ഓട്ടിയിട്ട്, ലാലേട്ടൻ സൈക്കിൾ ഓട്ടി, ബിസിനസ് പ്ലാനല്ല, അടിച്ചു മാറ്റാൻ മറ്റേ ഒളിച്ചോട്ടം പരിപാടി, സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് പോകുന്ന പരിപാടി. അതാണ് അവിടെ നിന്നാണ് തുടങ്ങിയാണ് ഞാൻ സിനിമ കാണുന്നത്. ആ ഒരു ഏരിയ നോക്കുമ്പോൾ ശരിക്കും സിജുവൽസിൻ്റെ ഒരു ജനറേഷൻ മൊത്തം സിജുവൽസിന് ഭയങ്കര ലക്കിയല്ല. കാരണം എത്രയോ ഐക്കോണിക് ആയിട്ടുള്ള ഇന്ന് കുട്ടികൾ യൂട്യൂബിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ കുറേ പേരൊക്കെ ടി വിയിൽ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകൾ കുറേയൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വല്ലാത്തൊരു ചെറുപ്പം അവകാശപ്പെടാനല്ലേ? അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ അധികം തിയേറ്ററിൽ സെലിബ്രേറ്റ് അധികം പോയിട്ടില്ല. വളരെ കുറച്ച് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. പറഞ്ഞ പോലെ അന്ന് അത്രയും ഹിറ്റാവുന്ന സിനിമകൾ മാത്രം ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകുന്ന പരിപാടി. ഇന്നും ആ സിറ്റുവേഷൻ ഉണ്ട്. എന്നും ടിക്കറ്റ് റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അവരും ചൂസ് ചെയ്തിട്ടാണ് സിനിമകൾ പോയി കാണുന്നത്. കാരണം അത്രയും ചിലവല്ലേ. സാധാരണ ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ അത്രയും ടിക്കറ്റ് റേറ്റ് 200 രൂപ വെച്ച് ഒരു 10 പേര് പോയി കഴിഞ്ഞാൽ എത്രയും അതിൻ്റെ ബാക്കി ചിലവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അന്ന് അധികം സെലിബ്രേറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ടി വിയിലാണ് സിനിമകൾ കണ്ടേക്കുന്നത്. ഏറ്റവും കൂടുതൽ ടി വിയിലായിരുന്നു. ഞാൻ ടി വിയുടെ ഫ്രണ്ടിലിരുന്നിട്ടാണ് ഫുൾ ടൈം. എനിക്ക് എത്ര അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയും, ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമ, ഹിറ്റ് സോങ്സും അങ്ങനത്തെ പറയാം, ഭയങ്കര ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എല്ലാവരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തിയേറ്ററിൽ കണ്ടിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സൺഡേ ഇത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ടി വി ഇല്ല, വല്യമ്മയുടെ വീട്ടിലാണ് ടി വി ഉള്ളത്. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ, ഒരു 250 മീറ്റർ മാറിയിട്ടാണ് അത് വീടുള്ളത്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് എക്സാമാണ്. എക്സാം ആയിട്ടപ്പോൾ എന്തോ ഫുഡ് കൊണ്ടുവന്ന പാത്രം എന്തോ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ, വലിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓക്കെ ചാടാൻ പറ്റിയ അവസരം കുത്തിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്നും ബുക്കിൻ്റെ ഫ്രണ്ടിലേ ഇരിക്കില്ല, ഞാനൊക്കെ ഫുൾ ടൈം ഗ്രൗണ്ടിലാണ്. ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഒരു അവസരം കിട്ടിയപ്പോൾ നേരെ ചാടി ഓടി അവിടെ പോയി പാത്രം കൊടുത്ത് അവിടെ ഫുൾ സിനിമയെ കണ്ടിരുന്നിട്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്. തിരിച്ചു അന്ന് ഈ പറയുന്ന ലാൻഡ് ലൈനോ ലാൻഡ് ഫോണോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വലിയമ്മയുടെ വീട് തൊട്ട് വീട് വരെ അടിച്ചടിച്ചിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. ചൂരലിനെ പടപടപടപടയുന്നുണ്ട്. പിറ്റേ ദിവസം എക്സാം അല്ലേ, ടി വിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് സിനിമ കാണാറില്ല. നല്ല പിറ്റേ ദിവസം മറ്റേ കാലിൽ മറ്റേ ചൂരലിനെ അടിയിട്ട് കഴിയുമ്പോൾ 2 വരപ്പാടിങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചുവന്നിട്ട്. അങ്ങനെ കാലിനൊക്കെ അടിയിട്ടിട്ടാണ് പോകുന്നത്. അന്ന് ട്രൗസറൊക്കെയാണ്. അതൊക്കെ ഇട്ടിട്ട് ആണ് സ്കൂളിൽ പോകണേ. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, പടം കണ്ടല്ലോ, അടി കിട്ടിയാലോ. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛന് സിജു എന്നെ പഠിക്കുന്ന സ്കൂളിൽ തൊട്ടടുത്തൊരു വെജിറ്റബിൾ കടയായിരുന്നു. ഒരു സാധാരണക്കാരനാണല്ലോ എല്ലാവരും. അതെ അതെ, അതായത് സ്കൂള് ഇതാന്ന് വിചാരിച്ചോ, സ്കൂൾ ഇതാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ ഒരു റോഡാണ്. ഈ റോഡിൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഒരു വീടുണ്ട്, അത് കഴിഞ്ഞുള്ള വീട് എൻ്റെ.
ഓ, അപ്പോൾ റോഡ് സൈഡിൽ തന്നെ കടയുണ്ട്, അതിൻ്റെ ബാക്കിൽ വീട്. അങ്ങനെ സ്കൂളിനടുത്ത് വീടുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണനകളൊക്കെ ഉണ്ടാവും. അതായത് എനിക്ക് നല്ല പരിഗണനയായിരുന്നു. ഈ രണ്ടുപേരെ എല്ലായിടത്തും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര പരിഗണനയായിരുന്നു. എല്ലാ ദിവസം അടി കിട്ടുമായിരുന്നു. അടി കിട്ടാത്ത ഒരു ദിവസം പോലില്ല. തറയിലിരുന്നുണ്ട് ഒരുപാട്. അങ്ങനെയായിരുന്നു. ആ പരിഗണനയൊക്കെ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഞാൻ വിചാരിക്കും ഈ തെണ്ടികളൊക്കെ, അതായത് പി ടി എ മീറ്റിംഗ് മാസത്തിലെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, എനിക്ക് ഡെയിലി പി ടി എ മീറ്റിംഗാണ്. കാരണം ഈ ടീച്ചേഴ്സും എല്ലാവരും വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. വാങ്ങിക്കണതിൻ്റെ ഒപ്പം കുറച്ച് 2 കിലോ എനിക്കുള്ള അടിയും കൂടി കൊടുത്തിട്ട് പോകും. അങ്ങനെ ഒരു വളരെ സാധാരണ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് സിനിമ സ്വപ്നം കാണുന്നതിൽ ഒരു റിസ്ക് ഉണ്ടല്ലോ. അതായത് ഒട്ടും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് സിനിമ വരുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സിനിമയിൽ ഏത് റോളിലായിരിക്കും ഫിറ്റും ചെയ്യുക, ഇതിൻ്റെ ഒരു വരുമാന സ്രോതസ് നമുക്ക് അങ്ങനെ തിട്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടുകാർ തുടക്കം തൊട്ട് ഭയങ്കര പ്രോത്സാഹനമായിരുന്നോ, അതോ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നോ? തുടക്കം മുതൽ ഒന്നാമത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, അതൊന്നാമത്തെ കാര്യം. ഇവരുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, സുഹൃത്തുക്കളുടെ അടുത്താണ് പറയുന്നത്. ഇപ്പം സുഹൃത്തുക്കൾ അന്ന് ഈ പറഞ്ഞ ഇത്രയും ചിന്തകളൊന്നുമില്ല, അതായത് ഇത്രയും ചിന്തിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അതായത് +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ചിന്തിക്കണില്ല. +2 കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു മറ്റേ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തോ നമ്മുടെ ഫാമിലി ഫ്രണ്ടിന്റെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സൂപ്പർവൈസർ പരിപാടി പോലെ ഒരു മാസം 1500 കിട്ടുമായിരുന്നു. ഞാനൊരു 3-4 മാസം പോയായിരുന്നു. അതാണ് ആദ്യത്തെ ശമ്പളം. അതാണ് ആദ്യത്തെ ശമ്പളം, 1500 വെച്ചിട്ടുള്ളത്. അവിടെ വീട് നനയ്ക്കുക, പിന്നെ പണിയൊക്കെ നടക്കണ്ടോ എന്നുള്ളത് നോക്കുക. വീടിനടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനുള്ളൂ, ഒരു 10-15-20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ, അന്നൊക്കെ നടന്നല്ലേ നടന്ന് അധികം ദൂരമില്ല. അപ്പോൾ 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തും. രാവിലെ അങ്ങോട്ട് പോകും, ഫുഡൊക്കെ ഇട്ട് പോകും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വൈകിട്ട് വീടൊക്കെ നനച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് +2 കഴിഞ്ഞു, എന്ത് കോഴ്സ് ചെയ്യണം, എന്താണ് വേണ്ടെന്ന് തീരുമാനിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. സിനിമ ഒന്നും മനസ്സിലില്ല. സിനിമ ഇഷ്ടമാണെന്നെങ്കിലും, അല്ലെങ്കിൽ സിനിമാ നടനാവണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ കയറണമെന്നോ എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊന്നും പോയിട്ടില്ല. കാരണം അത് നമുക്ക് പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്നേ ചിന്തിക്കുന്നില്ല. കാരണം അത് വേറൊരു വേൾഡാണ്, ടി വിക്കകത്ത് കാണാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് കൂടിയാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. എന്നാണല്ലോ എല്ലാവരെയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ. അന്ന് അത്രയും കാണാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഈ ടി വിയിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. +1 ആയി കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു. ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്ററുണ്ട്, മൂത്ത ചേച്ചി. അപ്പോൾ ചേച്ചി നേഴ്സിംഗാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് സൗദിയിൽ. ഉത്തരവാദിത്വം എൻ്റെ തലയിലേക്കായി. ഞാൻ +1 ആയിട്ടുള്ളൂ. ഉത്തരവാദിത്വം ഒന്നും എടുക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തിക്കാനുള്ള ഒരു കാര്യത്തിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാവരും പല പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളമശ്ശേരി ITIയിൽ അഡ്മിഷൻ അതിന് കയറി. അത് കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിൽ കയറി. ITIയിൽ കയറി കഴിഞ്ഞപ്പോൾ പോളിടെക്നിക്കിൽ നിന്ന് കോൾ വന്നു, അപ്പോൾ കൂവപ്പടിയിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ITനേക്കാളും കുറച്ചും കൂടി ഇത് മെച്ചപ്പെട്ട ഇത് പോളിടെക്നിക്കാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി 2-3 ദിവസം ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, അവൻ നേഴ്സിംഗിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ ഇങ്ങനെ ഒരു റണ്ണിങ് ബാച്ച് ഉണ്ട്, നമ്മുടെ 6 മന്ത്സ് ഏകദേശം പോയായിരുന്നു. ഞാൻ ആലോചിച്ച് സൂപ്പർവൈസർ പണിയും പരിപാടിയൊക്കെ ആയിട്ട് ഒരു 6 മാസം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മാസം പോവില്ല, നമുക്ക് ഇടയിൽ നിന്ന് കയറിയിട്ട് ആ 1 വർഷം കംപ്ലീറ്റ് ആക്കി, അപ്പോൾ ബാക്ക് ആവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ചാടിക്കയറി പോയതാണ് നേഴ്സിങ്ങിന്, മെയിൽ നേഴ്സിങ്ങിന്. അപ്പോഴും ഒരു ഇതില്ലത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമെന്നോ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു ഫോക്കസ്ഡ് അല്ല, ഒട്ടും ഫോക്കസ്ഡ് അല്ല. എനിക്കിങ്ങനെ കാളകളിച്ച് കിടക്കണം, ക്രിക്കറ്റ്, ഫുട്ബോൾ, സിനിമ കണ്ട് കിടക്കുക, ഗ്രൗണ്ടിൽ, അങ്ങനെയൊക്കെയായിരുന്നു. ഉത്തരവാദിത്വം ഒന്നും എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു.